ഹായ് എവ്രിവൺ, ദിസ് ഇസ് സി ജെയ്മി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കുറേ ഫോർമുലാസ് ഉള്ളൊരു ചാപ്റ്റർ എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ഇനി നമുക്ക് സി എയുടെ സിലബസിൽ നോക്കിയാൽ ഇൻ്റർമീഡിയറ്റ് ലെവലിലും ഫൈനൽ ലെവലിലും രണ്ടിടത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ്. ആ ഏരിയാസിൽ നമ്മൾ ഫോർമുലാസ് പഠിക്കും. അതോടൊപ്പം ഈ ഫോർമുല വരുന്ന ഒരു ബേസിക്കലി ഒരു കോൺസെപ്റ്റ് പോലെ നമുക്ക് പഠിക്കാം. സോ ദാറ്റ് റിമെമ്പറിങ് ദ ഫോർമുലാസ് ബിക്കംസ് ഈസിയർ. ഓക്കെ, അത് മാത്രമല്ല, നമുക്ക് സി എ ഫൈനൽ ലെവലിൽ SCMP എന്ന് പറഞ്ഞ പേപ്പറിലാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൂടുതലായിട്ടും വരുന്നത്. ഇനി ഈ SCMP പേപ്പറിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമുക്ക് വെറുതെ ഫോർമുല അപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻ അല്ല വരുന്നത്, ലൈക്ക് ഇൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ. റാദർ ഒരു അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ആ ഒരു അനാലിസിസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് ഒരു കോൺസെപ്ച്വൽ ബിൽഡിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ we will start with standard costing basic concepts. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കുറേ വേരിയൻസസ് അല്ലെങ്കിൽ കുറേ അനാലിസിസുകളാണ് ഓർമ്മ വരുന്നത്. ഇനി ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഇതാണ്: എനിക്കൊരു നെറ്റ് പ്രോഫിറ്റ്, ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്. അപ്പം എനിക്ക് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടണം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും, ബട്ട് ആക്ച്വലി എനിക്ക് കിട്ടുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ആക്ച്വലി കിട്ടുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ഈ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ നെറ്റ് പ്രോഫിറ്റിൽ എന്തുകൊണ്ട് ഡിഫറൻസ് വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വേരിയൻസ് വന്നു എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ പല ഇതായിട്ട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യണം. നമുക്കറിയാം, ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റ് നമ്മളെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഇസ് സെയിൽസ് മൈനസ് കോസ്റ്റ്. അപ്പം പ്രോഫിറ്റിനെ ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്, സെയിൽസ് മൈനസ് കോസ്റ്റ്. ദിസ് ഇസ് മൈ നെറ്റ് പ്രോഫിറ്റ്. ഇനി കോസ്റ്റിലോട്ട് പോയാൽ എനിക്ക് ഈ കോസ്റ്റിൻ്റെ കമ്പണൻസിനെ തന്നെ വീണ്ടും പലതായിട്ട് ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ കോസ്റ്റ് കമ്പണൻസിനെ ഓവറോൾ മെയിനായിട്ട് 4 കാറ്റഗറി ആയിട്ട് ബ്രേക്ക് ചെയ്യുവാണ്. വൺ ഇസ് മെറ്റീരിയൽ, അടുത്തത് ലേബർ, ദെൻ ഓവർ ഹെഡ്സ് ആണ്. ഓവർ ഹെഡ്സ് തന്നെ നമുക്കറിയാം 2 കാറ്റഗറി ഉണ്ട്. ഫിക്സഡ് ഓവർ ഹെഡ്സ് ഉണ്ട്, then you have variable overheads. അങ്ങനെ കോസ്റ്റിനെ 4ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെ ഈ സെയിൽസിൻ്റെയും കോസ്റ്റിനെയും നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിലെ ഓരോ പാർട്ടിൻ്റെ, ഈ കോസ്റ്റിൻ്റെ ഓരോ കമ്പണൻറ്റിൻ്റെയും നമ്മൾ ഇൻഡിവിജ്വൽ ബ്രേക്കപ്പ് അനാലിസിസ് ചെയ്യും, സോ ആസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ആക്ച്വൽ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്. കോസ്റ്റ് കമ്പണൻറ്റ് മാത്രമല്ല, സെയിൽസ് കമ്പണൻറ്റും നമ്മൾ ബ്രേക്ക് ഡൗൺ അനാലിസിസ് ചെയ്യും. ഇനി സെയിൽസ് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും 2ആയിട്ട് നമുക്ക് സെയിൽസിനെ അനലൈസ് ചെയ്യാം. ടോട്ടൽ ബേസിസിലും നമുക്ക് ചെയ്യാം, മാർജിൻ്റെ ബേസിസിലും ചെയ്യാം. ഇങ്ങനെ സെയിൽസിൻ്റെയും കോസ്റ്റിൻ്റെയും ഡിഫറെൻറ്റ് കമ്പണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ കമ്പണൻറ്റ് വൈസ് അനാലിസിസ് നമ്മൾ നോക്കുന്നു, ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വിച്ച് കമ്പണൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഇൻ ദ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് തിങ്. ഇനി നമുക്ക് ആദ്യമേ ഈ കോസ്റ്റിൻ്റെ അനാലിസിസ് പോർഷനിലോട്ട് പോകാം. ഈ കോസ്റ്റിൽ നമുക്ക് ആദ്യം എടുക്കേണ്ടുന്ന കാര്യം എന്താണ്? മെറ്റീരിയൽ. സോ ഫസ്റ്റ് വി വിൽ go and see how to do the variance analysis in the case of material. ഇനി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാധനം മാനുഫാക്ചർ ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ യു നീഡ് എ റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി നമ്മുടെ റോ മെറ്റീരിയലിലുള്ള അനാലിസിസിനെയാണ് നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് അനാലിസിസിൽ ഉദ്ദേശിക്കുന്നത്. സോ മെറ്റീരിയൽ വേരിയൻസിൽ കോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് മെറ്റീരിയൽ വേരിയൻസിനെ നമുക്ക് വിളിക്കാം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇനി ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്ത ഒരു കോസ്റ്റ് ഉണ്ട് ഫോർ മെറ്റീരിയൽ, ആക്ച്വലി വന്ന ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പം ഈ ഒരു 2 കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, എക്സ്പെക്റ്റഡ് കോസ്റ്റിനെ നമുക്ക് വേറൊരു രീതി വിളിക്കാം. യു ക്യാൻ കോൾ ഇറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു. എൻ്റെ മെറ്റീരിയലിന് ഇതായിരിക്കും കോസ്റ്റ്. ഇനി ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഇത്ര റോ മെറ്റീരിയൽ ഇൻപുട്ട് വേണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ
സപ്പോസ് 2 യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് വേണം, 2 യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട്. ഇങ്ങനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബേസ്ഡ് ഓൺ അവർ റെഗുലർ പ്രൊഡക്ഷൻ. നമ്മൾ യൂഷ്വലി നടക്കുന്നത് വെച്ചിട്ട് നമുക്കറിയാം 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ 2 യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് വേണം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ഇനി ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനും എത്രയായിരിക്കും പ്രൈസ് എന്നുള്ളതും നമ്മൾ ബേസ്ഡ് ഓൺ അവർ റെഗുലർ പർച്ചേസസ് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വി ആർ setting standards with respect to the quantity as well as the price of the units. ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന 2 കാര്യത്തിലാണ്. ക്വാണ്ടിറ്റിയുടെ കേസിലും സ്റ്റാൻഡേർഡ് വെക്കുന്നുണ്ട്, പ്രൈസിൻ്റെ കാര്യത്തിലും സ്റ്റാൻഡേർഡ് വെക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ടാകുന്നത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിലും കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു ഫോർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയലേ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുള്ളൂ. ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് എന്ത് വരാം? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വരാം. ദാറ്റ് ഈസ് വൺ തിങ്. ഇനി രണ്ടാമത്തെ എന്താണ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിലും നമ്മുടെ ആക്ച്വൽ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ കൂടുകയോ കുറയുകയോ ചെയ്താലും അഗെയിൻ നമുക്ക് എന്ത് വരും? യു വിൽ ഹാവ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അപ്പം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ കോസ്റ്റ് വേരിയൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും വരും, അതായത് റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും ആ റോ മെറ്റീരിയലിന് വരുന്ന പ്രൈസും. ഇങ്ങനെ 2 കമ്പണൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ എന്തെടുക്കുന്നു? മൊത്തത്തിലുള്ള മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. മൊത്തം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസ്, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. നൗ വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ്? ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 2 യൂണിറ്റ്സ് ആണ് വേണ്ടുന്നത് ഫോർ 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. സോ ദാറ്റ് ഇസ് മൈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഞാൻ ഒരു റേറ്റ് എക്സ്പെക്റ്റ് ചെയ്തു, ഒരു ക്വാണ്ടിറ്റി ഓഫ് ഒരു യൂണിറ്റ് ഓഫ് ഇൻപുട്ടിന് ഇതായിരിക്കും എൻ്റെ പ്രൈസ്. സോ ദാറ്റ് ഇസ് മൈ സ്റ്റാൻഡേർഡ് റേറ്റ്. സോ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്, അതാണല്ലോ കോസ്റ്റ്. അപ്പം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, ഇതാണ് എന്ത്? എൻ്റെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ഇതിൽ നിന്ന് എന്ത് വ്യത്യാസം വന്നു? ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റിന് ഒരു വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് എനിക്ക് എന്ത് വന്നത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വന്നത്. നൗ വാട്ട് ഈസ് മൈ ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. ഇനി നമ്മളിതിനെ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. വീണ്ടും മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് 2 റീസൺസ് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, മെറ്റീരിയലിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതലോ കുറവോ ആണ് ക്വാണ്ടിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്. സോ മെറ്റീരിയലിലെ ആ ക്വാണ്ടിറ്റിയിൽ വരുന്ന വേരിയൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. നൗ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്? ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡക്ഷനിൽ വേണം എന്നുള്ളത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അറിയാവുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർക്കായിരിക്കും അറിയാവുന്നത് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് എത്രത്തോളം ഇൻപുട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു യൂസേജ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. So any variance in the usage of this material is the responsibility of production manager. അപ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യുന്നു. ഒരു ബിസിനസ്സിൽ ഒരു ഡിഫറൻസ് വന്നു. നൗ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫറൻസ്? അവിടെ എല്ലായിടത്തും ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് വേരിയൻസ്? പ്രൊഡക്ഷൻ മാനേജർ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദിസ് പെർട്ടിക്കുലർ വേരിയൻസ്. ഇനി അടുത്ത കമ്പണൻ്റ് എന്താണ്? പ്രൈസ് കമ്പണൻ്റ്. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്നതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇനി മെറ്റീരിയലിൻ്റെ പ്രൈസിൻ്റെ വേരിയൻസിൻ്റെ മേൽ ഉള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ആർക്കാണ് കൊടുക്കാൻ പറ്റുക? ഇറ്റ് ഈസ് വിത്ത് ദ പർച്ചേസ് മാനേജർ. കാരണം പ്രൊഡക്ഷൻ മാനേജർ പറയുന്നു ഞങ്ങൾക്ക് ഇത്ര യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് വേണം, പക്ഷേ ഈ ഇൻപുട്ടിനെ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? പർച്ചേസ് മാനേജർ. സോ ഹീ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് അവെയർ അബൌട്ട് ദ പ്രൈസ് ഓഫ് ദിസ് റോ മെറ്റീരിയൽ. അപ്പോൾ ഈ പർച്ചേസ് മാനേജർ കൊടുത്ത പ്രൈസിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തപ്പോൾ വന്ന പ്രൈസിലെ വേരിയൻസ് ആണ് റിസൾട്ടിങ് ഇൻ യുവർ 1 പോർഷൻ ഓഫ് യുവർ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അങ്ങനെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ 2 പോർഷനായി ഡിവൈഡ് ചെയ്തു.
material usage variance and material price variance, for which production manager is responsible for material usage variance and നമ്മുടെ purchase manager will be responsible for your material price variance. ഇനി ഫോർമുല എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വന്ന വ്യത്യാസമാണല്ലോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അതുകൊണ്ട് നമുക്കിവിടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് ഫോർമുല എഴുതാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇനി കോസ്റ്റ് ആവണമെങ്കിൽ ഇതിനെ എന്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് പ്രൈസ് വെച്ചിട്ട് വേണം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, ക്വാണ്ടിറ്റിയിൽ വരുന്ന ഡിഫറൻസിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി അടുത്ത മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും തമ്മിലുള്ള വ്യത്യാസം കാരണം. അതുകൊണ്ട് നമുക്കിവിടെ കൊടുക്കാം സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വെച്ചിട്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. യു വിൽ ബി മൾട്ടിപ്ലൈയിങ് ദിസ് വിത്ത് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി. ആ ഒരു കാര്യം മാത്രം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ കേസിൽ ശ്രദ്ധിക്കണം. ഇനി ബിഫോർ ഡൂയിങ് ഓൾ ദീസ് അനാലിസിസ്, ഈ കോസ്റ്റ് വേരിയൻസ് അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യവും കൂടെ ഉണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് ഫോർ എ ഡെഫിനറ്റ് വോളിയം ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിനായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. സപ്പോസ് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിന് 200 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ, 200 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ, ഇതായിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആക്ച്വലി ഔട്ട്പുട്ട് നമ്മൾ 100 യൂണിറ്റ്സ് ഉണ്ടാക്കി കാണില്ല. വി വുഡ് ഹാവ് മെയ്ഡ് ഓൺലി 80 യൂണിറ്റ്സ്. നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് 80 യൂണിറ്റ്സ് ഉണ്ടാക്കിയുള്ളൂ എന്ന് വിചാരിക്കുക. നൗ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, വെദർ ഇറ്റ് ഈസ് റീസണബിൾ അല്ലെങ്കിൽ വെദർ ഇറ്റ് വിൽ ബി കറക്റ്റ് ടു കമ്പയർ ദിസ് സ്റ്റാൻഡേർഡ് ഓഫ് 200 യൂണിറ്റ്സ് വിത്ത് ദ ആക്ച്വൽ പ്രൊഡക്ഷൻ. അത് കമ്പയറബിൾ ആണോ? ബിക്കോസ് നമ്മളിവിടെ 100 യൂണിറ്റ്സിന് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡാണ് 200 യൂണിറ്റ്സ്. വേറസ് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തത് 80 യൂണിറ്റ്സേ ഉള്ളൂ. സപ്പോസ് 80 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ സപ്പോസ് 180 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ സ്റ്റാൻഡേർഡും ആക്ച്വലിയോട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 200 യൂണിറ്റ്സ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരുന്നത്. ആക്ച്വലി 180 യൂണിറ്റ്സേ വേണ്ടി വന്നുള്ളൂ. സോ ദിസ് ഇസ് ഗുഡ്. നമുക്ക് ഫേവറബിൾ മെറ്റീരിയൽ വേരിയൻസ് ആണ് നമ്മൾ ചിലപ്പം വിചാരിക്കും. ബട്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? 100 യൂണിറ്റ്സിനാണ് ഞാൻ 200 യൂണിറ്റ്സ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ 80 യൂണിറ്റ്സേ മേടിച്ചുള്ളൂ അല്ലെങ്കിൽ 80 യൂണിറ്റ്സേ മാനുഫാക്ചർ ചെയ്തുള്ളെങ്കിൽ എനിക്കിവിടെ 200 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എത്രയേ പറ്റുള്ളൂ? നമ്മളത് കണ്ടുപിടിക്കുക. പെർ യൂണിറ്റ് ഇവിടെ 2 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇവിടെ 80 യൂണിറ്റ്സ് വരുമ്പോൾ എത്ര വരും? ഇൻറ്റു 2 ചെയ്യുക. യു വിൽ റിക്വയർ 160 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ. ഇനി നമ്മൾ ഈ 80 യൂണിറ്റ്സിന് വേണ്ടിയിട്ട് വരേണ്ടുന്ന സ്റ്റാൻഡേർഡും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് കമ്പയറബിൾ. കാരണം രണ്ടും 80 യൂണിറ്റ്സിൻ്റെ അല്ലെങ്കിൽ 80 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ റിലേറ്റഡ് ക്വാണ്ടിറ്റീസ് ആണ്. അല്ലാതെ ഒരെണ്ണം 100ഉം ആക്ച്വലിൻ്റെ 80യും കൂടെ കമ്പയർ ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതൊരു കമ്പയറബിൾ ആയിരിക്കില്ല. നമ്മളെപ്പോഴും ബേസ് സെയിം ആയിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഒരേപോലത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ദാറ്റ് ഈസ് നോട്ട് ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് തരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 160 യൂണിറ്റ്സ് ആണ് ശരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ 80 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. വെറാസ് വാട്ട് ഈസ് ആക്ച്വലി യൂസ്ഡ് 180 യൂണിറ്റ്സ് ഇസ് ആക്ച്വലി യൂസ്ഡ്. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഉപയോഗിച്ചു പോയി. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ നെഗറ്റീവ് വേരിയൻസ് അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് ഇമ്പാക്റ്റ് തരുന്ന ഒരു വേരിയൻസ് ആണ് നമുക്കിവിടെ മനസ്സിലാവും. ഓക്കെ, നൗ ബാക്ക് ടു ദിസ്. അപ്പം ഈ ഒരു പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇസ് ഫോർ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ഈ 100 യൂണിറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ല നമ്മളിവിടെ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. പകരം എന്താണ്? നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണോ, നമ്മുടെ എക്സാമ്പിളിൽ 80 യൂണിറ്റ്സ് ആണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ ഈ 80 യൂണിറ്റ്സിന് ശരിക്കും എത്ര സ്റ്റാൻഡേർഡ് വേണ്ടി വരുമായിരുന്നു? ഈ 160 യൂണിറ്റ്സ്. അത് വേണം ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ. ഈ ഒരു പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കാതെ ഏത് ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റ് വേരിയൻസ് ആണെങ്കിലും യു ഷുഡ് ടേക്ക് ദ ആക്ച്വൽ കോസ്റ്റ് for the you should take the standard cost for the
ആക്ച്വൽ പ്രൊഡക്ഷൻ. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വേരിയൻസസിലോട്ട് വരുവാണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമ്മൾ ആദ്യമേ ബ്രോഡായിട്ട് പറഞ്ഞു. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് ഇസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇനി ഈ വേരിയൻസിന് നമ്മൾ 2 ആൾക്കാരെ കണ്ടുപിടിച്ചു ആസ് ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ. ആരൊക്കെയാണ്? വൺ ഇസ് പ്രൊഡക്ഷൻ മാനേജർ. ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വേരിയൻസ് ഇൻ ദ യൂസേജ് ഓഫ് റോ മെറ്റീരിയൽസ്. അതാണ് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത ആളാരാണ്? പർച്ചേസ് മാനേജർ, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വേരിയൻസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ ഇൻപുട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ. സോ ദാറ്റ് ഈസ് യുവർ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? യൂസേജ് വേരിയൻസ്, യൂസേജിൽ വരുന്ന വ്യത്യാസം, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ ഫോർമുല സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇനി എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ്. ഏത് റേറ്റ് എടുക്കണം? സ്റ്റാൻഡേർഡ് റേറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി വേറാസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏത് വേണം എടുക്കാൻ? യു ഷുഡ് ടേക്ക് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി. സോ ദിസ് ഇസ് യുവർ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇനി നമ്മൾ സാധാരണ ഓർക്കും നെഗറ്റീവ് ആണെങ്കിൽ അഡ്വേഴ്സ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിൾ ആണ്. അങ്ങനെയൊന്നുമല്ല നമ്മളിവിടെ ആലോചിക്കുന്നത്. യു വിൽ തിങ്ക് ഓൺലി ബേസ്ഡ് ഓൺ കോൺസെപ്റ്റ്സ്. അല്ലാതെ നമ്മളിവിടെ ഫോർമുലാസ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഒബ്വിയസ്ലി ഫോർമുല അറിയണം, ബട്ട് യു വിൽ സ്റ്റഡി അല്ലെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഫോർമുല ഹാസ് കം ഇൻ ടു പിക്ചർ. അത് വെച്ചിട്ട് യു ഷുഡ് ബി ഏബിൾ ടു റെപ്രസെൻറ്റ് വെദർ ദ വേരിയൻസസ് ഫേവറബിൾ വേരിയൻസ് ഓർ ആൻ അഡ്വേഴ്സ് വേരിയൻസ്. അങ്ങനെ നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും അല്ലെങ്കിൽ എന്ത് രീതിയിൽ ക്വസ്റ്റ്യൻ തിരിച്ചോ മറിച്ചോ ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ എൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിലും ആക്ച്വൽ കോസ്റ്റ് കൂടുതലാണെങ്കിൽ, ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചാലും കോസ്റ്റ് കൂടുതലാണെങ്കിൽ വേരിയൻസ് വിൽ ബി അഡ്വേഴ്സ്. അല്ല തിരിച്ചാണെങ്കിൽ ഞാൻ വിചാരിച്ചാലും കോസ്റ്റ് കുറവാണെങ്കിൽ വേരിയൻസ് വിൽ ബി എ ഫേവറബിൾ വേരിയൻസ്. ഇനി ഇവിടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വരുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റിയിലും കുറവാണെങ്കിൽ, ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു അഡ്വേഴ്സ് വേരിയൻസ് ആയിരിക്കും. ഇനി പ്രൈസിൻ്റെ കേസിലാണെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും പ്രൈസ് കൂടുതൽ ആയി പോയി, ആക്ച്വൽ പ്രൈസ് കൂടുതലായി പോയെങ്കിൽ അതൊരു അഡ്വേഴ്സ് വേരിയൻസ്. അപ്പം ആ ഒരു രീതിയിൽ ആലോചിച്ചിട്ട് വേണം ഒരു വേരിയൻസ് ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ നമുക്ക് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം. ഇനി അതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൺ ഇസ് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. അടുത്തത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇനി ഇത് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നമുക്ക് പ്രൊഡക്ഷനിൽ ഒന്നിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസും മിക്സ് വേരിയൻസും വരുള്ളൂ. അതർവൈസ് ദീസ് 2 വേരിയൻസ് വിൽ നോട്ട് കം. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമുക്ക് 3 ടൈപ്പിലാണ് നമ്മൾ വേരിയൻസ് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് മെയിൻ. അതിൻ്റെ 2 സബ് കാറ്റഗറി, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. Now, if there are more than one raw material, ഒന്നിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി 2 വേരിയൻസും കൂടെ വരും ആസ് എ സബ് പാർട്ട് ഓഫ് യുവർ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. എന്തൊക്കെയാണ് 2 സബ് പാർട്സ്? വൺ ഇസ് ദ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ആൻഡ് ദ അതർ വൺ ഇസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇനി ഇത് ഓരോന്നും എപ്പോഴാണ് വരുന്നതെന്നും കൂടെ പറയാം. മെറ്റീരിയൽ സബ് യൂസേജ് വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എൻ്റെ ആക്ച്വൽ ഇൻപുട്ടിന് ആയിട്ട് ഡിഫറെൻറ്റ് ആണെങ്കിൽ, ഇഫ് മൈ ടോട്ടൽ ഓഫ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഇസ് നോട്ട് ഈക്വൽ ടു മൈ ടോട്ടൽ ഓഫ് ആക്ച്വൽ ഇൻപുട്ട്, ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് വരുന്നത്. ഇനി ഇതെന്താണെന്നുള്ള ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ നോക്കുക, ടോട്ടൽ ഓഫ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഇസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ആക്ച്വൽ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ യു വിൽ ഹാവ് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. അടുത്ത് രണ്ടാമത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. മിക്സ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ വ്യത്യാസമാണെങ്കിൽ യു വിൽ ഹാവ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. അതായത് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ബെറ്റർ. സ്റ്റാൻഡേർഡ് ആക്ച്വൽ, ഞാൻ
എൻ്റെ ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എ ബി 2 റോ മെറ്റീരിയൽ വേണം എന്ന് വിചാരിക്കാം. ഇനി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഐ വിൽ റിക്വയർ ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു ഈച്ച് യൂണിറ്റ് വേണ്ട, എനിക്ക് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടാണെന്ന് വിചാരിക്കാം. ഫോർ 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഇതാണ്, ഐ നീഡ് 100 യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് 50 യൂണിറ്റ്സ് ഓഫ് ബി. ഇതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. ഫോർ ഈച്ച് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഐ നീഡ് 100 യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് 50 യൂണിറ്റ്സ് ഓഫ് ബി. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇനി ആക്ച്വലി വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എ 100 യൂണിറ്റ്സ് അല്ല, പകരം 120 യൂണിറ്റ്സ് ആണ് കൺസ്യൂം ചെയ്തത്. ഐ യൂസ്ഡ് 120 യൂണിറ്റ്സ് ഓഫ് എ. ഇനി ബി ഒരു 40 യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് സംഭവിച്ചു, എൻ്റെ ആക്ച്വൽ എക്സ്പെക്റ്റേഷൻ സ്റ്റാൻഡേർഡ് എന്തായിരുന്നു, 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിന് എ 100 യൂണിറ്റ്സ് ഇൻപുട്ട് വേണം, ബിയുടെ ഇൻപുട്ട് 50 യൂണിറ്റ്സ് വേണം എന്ന് എക്സ്പെക്റ്റ് ചെയ്തു. ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, എ 120 യൂണിറ്റ്സ് വേണ്ടി വന്നു, ബി 40 യൂണിറ്റ്സ് വേണ്ടി വന്നു. ഇനി ഞാനിതിൻ്റെ ടോട്ടൽ എടുക്കുക, ഈ എയുടെയും ബിയുടെയും കൂടെ ടോട്ടൽ എടുക്കുകയാണ്. സോ ദിസ് ഇസ് മൈ ടോട്ടൽ ഓഫ് ഇൻപുട്ട് 150. ഇവിടെ എനിക്ക് കിട്ടിയത് 160. ഇവിടെ നോക്കിയാൽ എൻ്റെ ടോട്ടൽ ഓഫ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഇസ് നോട്ട് ഈക്വൽ ടു മൈ ടോട്ടൽ ഓഫ് ആക്ച്വൽ ഇൻപുട്ട്. അതായത് 150യും 160 ആവുന്നത്, ഇത് രണ്ടും ഈക്വൽ അല്ല. ഇങ്ങനെ ഇത് രണ്ടും വ്യത്യാസമായിട്ട് വരുമ്പോൾ എനിക്ക് വരുന്ന വേരിയൻസ് ആണ് എന്ത്, മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. ഇനി അടുത്തത് മിക്സിനെ കുറിച്ച് പറഞ്ഞാൽ, എനിക്കിവിടെ 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണ്, എൻ്റെ റേഷ്യോ ഓഫ് ഇൻപുട്ട്സ് 2:1 ആണ്. 100-50 2:1 റേഷ്യോയിൽ എനിക്ക് എയും ബിയും വേണം എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ബട്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, 120:40 റേഷ്യോയിലാണ് എനിക്ക് വന്നത്. 120:40 എന്ന് പറയുമ്പോൾ എന്താണ്, 3:1 റേഷ്യോയിലാണ് എനിക്ക് ഇൻപുട്ട് വേണ്ടി വന്നത്, എയും ബിയും. അതുകൊണ്ട് ഇവിടെ എൻ്റെ പ്രപ്പോർഷൻ ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ എക്സ്പെക്റ്റഡ് മിക്സ്. അതായത് 2:1 റേഷ്യോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു, ഇവിടെ ആക്ച്വലി വന്നപ്പോൾ 3:1 റേഷ്യോ ആണ് ഉപയോഗിച്ചത്. അപ്പം ദർ ഇസ് എ വേരിയൻസ് ഇൻ ദ മിക്സ്. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എൻ്റെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസും മെറ്റീരിയൽ മിക്സ് വേരിയൻസും വരുന്നത് ഒന്നിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൻ്റെ ടോട്ടലും ആക്ച്വൽ ഇൻപുട്ടിൻ്റെ ടോട്ടലും ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് വരുള്ളൂ. ഇനി ഇത് തമ്മിലുള്ള മിക്സ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് വരുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് അതിൻ്റെ ഫോർമുലയും കൂടെ ഒന്ന് എഴുതാം. നമ്മുടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ബൈഫർക്കേഷൻ ആണല്ലോ ഈ സബ് യൂസേജും മിക്സും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഫോർമുല തന്നെ ഒന്ന് ആലോചിക്കാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതാണ് എൻ്റെ ഫോർമുല. ഇനി ഇവിടെ ഈ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഒന്നുമില്ല, ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഐ ആം ഗോയിങ് ടു റൈറ്റ് സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി. So standard quantity minus standard mix quantity into standard rate. ഇനി ഇപ്പറേ മെറ്റീരിയൽ മിക്സ് വേരിയൻസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി മൈനസ് ചെയ്തു. അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഫോർമുല എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെ ആഡ് ചെയ്തു. ഇനി നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി നേരത്തെ എഴുതിയില്ലല്ലോ, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഒന്നുമില്ല, നമ്മുടെ ഒറിജിനൽ ഫോർമുലയിൽ standard quantity minus actual quantity into standard rate. This is my formula for material usage variance. ഈ ഫോർമുലയിലെ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെ ഒന്ന് മൈനസും ചെയ്യുന്നു, പിന്നെ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെ ഒന്ന് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ ഫോർമുലേനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് എഴുതുന്നു. ഇത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ഞാൻ ഇത് കാണിക്കാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ്, ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെ ആദ്യമേ കുറച്ചു, അതിനുശേഷം സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെ ഒന്ന് കൂട്ടി, ദെൻ മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഒന്നുമില്ല, ഈ ഫോർമുലയിലോട്ട് ഈ 2 സ്റ്റെപ്പ് മൈനസും ചെയ്തു പ്ലസും ചെയ്തു. സോ യു വിൽ നോട്ട് ഹാവ് എനി ഇമ്പാക്റ്റ്. ഇനി അടുത്തത് ഇത് വെച്ചിട്ട് ഞാൻ ഈ ഫോർമുലേനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് ഞാൻ ഫോർമുലേനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി. സ്പ്ലിറ്റ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. സോ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദിസ് ഇസ് നോൺ ആസ് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. രണ്ടാമത്തെ പോർഷൻ, ദിസ് പാർട്ട്, സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അഗെയിൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? സ്റ്റാൻഡേർഡ് റേറ്റ്. ദിസ് ഇസ് നോൺ ആസ് യുവർ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. മറ്റേ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്, ദിസ് ഇസ് യുവർ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇതാണ് എൻ്റെ ഫോർമുല. ഇനി ഇതിൻ്റെ കാൽക്കുലേഷനും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഈസിയർ. ഞാൻ അടുത്ത പേജിലോട്ടൊന്ന് പോവാണ്. ഞാൻ ഈ ഫോർമുല ജസ്റ്റ് ഒന്നും കൂടെ എഴുതാം. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് രണ്ടായി ഡിവൈഡ് ചെയ്തു. മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഫോർമുല നമ്മൾ എഴുതി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി ആക്കി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടെ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റും ആക്കി. ഇനി സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ നമുക്കൊന്ന് എഴുതാം. ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എ ബി. ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 100 യൂണിറ്റ്സ് ഓഫ് എയും 50 യൂണിറ്റ്സ് ഓഫ് ബിയും വേണ്ടി വരും എന്നാണ്. നൗ ആക്ച്വൽ ക്വാണ്ടിറ്റി എ ബി 120 യൂണിറ്റ്സ് 40 യൂണിറ്റ്സ്. ഇതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. നൗ വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി? സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി മീൻസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. ഒന്നുകൂടെ പറയാം. സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി SMQ. സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി മീൻസ് actual quantity in standard ratio. Actual quantity in standard ratio. ഇവിടെ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 150യും ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് 160 എന്ന് കിട്ടും. ഇനി ഈ ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് 160നെ സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. Now what is the standard ratio? Here the ratio is 2:1. അപ്പോൾ ഈ 160നെ നമ്മൾ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കിവിടെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി ഇവിടെ ഞാൻ ഈ സൈഡിൽ തന്നെ എഴുതുവാണ്. സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി ഓഫ് എ ആൻഡ് ബി എങ്ങനെ എടുക്കും? 160നെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ വരും? 160 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 വരും. 160 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2. നമുക്ക് റൗണ്ട് കിട്ടത്തില്ല, അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എഴുതുവാണ്. ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് എ ആസ് 107. 106.6 എന്ന് കിട്ടുന്നു. റൗണ്ട് ചെയ്ത് ഞാൻ 107 എഴുതി. അടുത്തത് എന്താണ്? അടുത്തത് 160 ഡിവൈഡഡ് ബൈ 3യും വരും. സോ 53 എന്ന് കിട്ടി. ടോട്ടൽ എടുക്കുമ്പോൾ എത്ര വന്നു? 160. അപ്പം ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ എയുടെയും ബിയുടെയും കൂടി ഈ ഒരു മിക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ദിസ് 150, സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ യു ഷുഡ് ടേക്ക് 107 and 53, ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി ഇവിടെ എടുക്കുമ്പോൾ അഗെയിൻ 107 and 53, ആക്ച്വൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ 120 and 40. ഈ ഫിഗേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട്. സോ ദിസ് ഇസ് അബൌട്ട് യുവർ മെറ്റീരിയൽ വേരിയൻസസ്. ഇനി നമുക്കതെല്ലാം ഒന്ന് റീക്യാപ്പ്, ഒരു സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതൊന്നും കൂടെ ഒന്ന് നോക്കാൻ പെട്ടെന്ന്. മെറ്റീരിയൽ വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. വാട്ട് ഇസ് മൈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. വാട്ട് ഇസ് മൈ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇനി ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ രണ്ടായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. ഹൂ ഇസ് റെസ്പോൺസിബിൾ? പ്രൊഡക്ഷൻ മാനേജർ ഒരിടത്ത് റെസ്പോൺസിബിൾ ആണ്. പർച്ചേസ് മാനേജർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ അതർ തിങ്. പ്രൊഡക്ഷൻ മാനേജർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ യൂസേജ് ഓഫ് ദ മെറ്റീരിയൽസ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. പർച്ചേസ് മാനേജറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈസ് ആണ്, അതുകൊണ്ട് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ നമുക്ക് ഫോർമുല എന്താണ്? യൂസേജ് തമ്മിലുള്ള വ്യത്യാസം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, എന്നിട്ട് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. വാട്ട് അബൌട്ട്
മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ആക്ച്വൽ ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. Now, if you are having more than one input, ഒന്നിൽ കൂടെ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ വരും, വിച്ച് ഇസ് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസിലും മിക്സ് വേരിയൻസിലും നമുക്കൊരു സാധനം വരും, എന്താണ്? സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് നോക്കണം? എപ്പോഴാണ് സബ് യൂസേജ് വേരിയൻസ് വരുന്നത്? ഒന്നുകൂടെ റോ മെറ്റീരിയൽ വേണം. ടോട്ടൽ ഓഫ് സ്റ്റാൻഡേർഡ് ഇൻപുട്സ് ആൻഡ് ടോട്ടൽ ഓഫ് ആക്ച്വൽ ഇൻപുട്സ് വ്യത്യാസമായിട്ട് വരുമ്പോഴാണ് നമുക്ക് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് വരുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ഫോർമുല? നമ്മുടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ അകത്തോട്ട് സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെയും കൂടെ ഇടയ്ക്ക് കയറ്റി. So formula becomes standard quantity minus, instead of actual quantity, standard mix quantity into standard rate. ഇനി മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എപ്പോഴാണ് വരുന്നത്? മെറ്റീരിയൽ മിക്സ് വേരിയൻസ് വരുന്നത് എൻ്റെ സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും തമ്മിലുള്ള വ്യത്യാസം, റേഷ്യോയിൽ വ്യത്യാസം വരും. 1:1, അത് 1:3:1. ഇങ്ങനെ ആ മിക്സിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് വരുന്നത്. ഫോർമുല എന്താണ്? നമ്മുടെ ഈ ഫോർമുലയിൽ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെ ഇടയ്ക്ക് കയറ്റിയതിൻ്റെ സെക്കൻഡ് പോർഷൻ, സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റി minus actual quantity into standard rate. Now what is your standard mix quantity? Standard mix quantity is actual quantity in standard ratio. Actual quantity in standard ratio. And this is all about your material variance. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മെറ്റീരിയൽ വേരിയൻസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മെറ്റീരിയൽ വേരിയൻസ് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ സെക്കൻഡ് കോസ്റ്റ് എലമെൻറ്റിലോട്ട് പോകാം, വിച്ച് ഈസ് യുവർ ലേബർ. അപ്പം അടുത്ത നമ്മൾ ലേബറിൻ്റെ വേരിയൻസുകളെ അനലൈസ് ചെയ്യുവാണ്. നൗ ലേബർ കോസ്റ്റിൽ നമുക്ക് വ്യത്യാസം വരാം. അതിനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ലേബറിൽ എന്തുകൊണ്ടാണ് വേരിയൻസ് വരുന്നത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലേബർ കോസ്റ്റ് ഉണ്ട്, ആക്ച്വൽ ലേബർ കോസ്റ്റുമായിട്ട് വ്യത്യാസം വന്നു, അതുകൊണ്ടാണ് ലേബർ കോസ്റ്റ് വേരിയൻസ് വരുന്നത്. സോ നമുക്ക് ഫോർമുല എങ്ങനെ പറയാം? ലേബർ കോസ്റ്റ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് മൈനസ് ആക്ച്വൽ ലേബർ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് മൈനസ് ആക്ച്വൽ ലേബർ കോസ്റ്റ്. നൗ വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ്? ഇനി മെറ്റീരിയൽ ആകുമ്പോൾ ക്വാണ്ടിറ്റിയാണ്, ലേബർ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ആലോചിക്കുന്നത്? ഓരോ വർക്കേഴ്സും, അതായത് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ എത്ര അവേഴ്സ് ഓഫ് ലേബർ ആവശ്യമുണ്ട്, അതാണ് നമ്മൾ ലേബറിൽ ദ യൂണിറ്റ് ദാറ്റ് വി ലുക്ക് ഇൻ ടു ഇസ് ലേബർ അവേഴ്സ് ആണ് നമ്മൾ നോക്കുക. ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്ര അവേഴ്സ് ഓഫ് ലേബർ ആവശ്യമുണ്ട് എന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ഇനി ഇതിന് ആരാ റെസ്പോൺസിബിൾ? ഹൂ വിൽ ബി സെറ്റിംഗ് ദി സ്റ്റാൻഡേർഡ്സ്? ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ബൈ യുവർ ലേബർ മാനേജർ. ലേബർ മാനേജർ കാണും, അദ്ദേഹമാണിത് സെറ്റ് ചെയ്യുന്നത്. നൗ ഹൂ ഡിസൈഡ്സ് അബൌട്ട് ദ പ്രൈസ് ഓഫ് ദിസ് ലേബർ? അതിന് HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരാണല്ലോ പേറോൾ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. സോ ദേ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഫിക്സിങ് ദ പ്രൈസ്. അപ്പം നമുക്ക് ലേബർ കോസ്റ്റിൽ വേരിയൻസ് വരുന്നത് രണ്ട് കമ്പണൻസും കൊണ്ടാണ്. ഒന്ന്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലേബർ അവേഴ്സിലൊരു വ്യത്യാസം വരുന്നു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലേബർ റേറ്റിലൊരു വ്യത്യാസം വരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് വരിക. ഇനി ലേബർ അവേഴ്സിൽ വ്യത്യാസം വരുമ്പോൾ ആരാണ് റെസ്പോൺസിബിൾ? നമ്മുടെ ഒരു ലേബർ മാനേജറുണ്ട്. അപ്പം അദ്ദേഹമാണ് ഓരോന്നിനും എത്ര അവേഴ്സ് ഓഫ് ലേബർ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇഫ് ഹിസ് കാൽക്കുലേഷൻ ഗോസ് റോങ്, നമുക്ക് എന്ത് വരും? ഈ അവേഴ്സ് കാരണം ഉള്ള വേരിയൻസ് വരും. നൗ HR ആണ് ഡിസൈഡ്സ് അബൌട്ട് ദ റേറ്റ് അല്ലെങ്കിൽ ദ എമൗണ്ട് ടു ബി പെയ്ഡ് ടു ഈച്ച് ഓഫ് ദ വർക്കേഴ്സ്. അതുകൊണ്ട് അവരുടെ എസ്റ്റിമേഷനിൽ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ റേറ്റ് കൊണ്ടുള്ള വേരിയൻസ് വരുന്നത്. അപ്പം എൻ്റെ ലേബർ കോസ്റ്റ് വേരിയൻസിൽ രണ്ട് കമ്പണൻ്റ് ഉണ്ട്. ഞാൻ പറയുന്നു മൊത്തം അവേഴ്സിൻ്റെ ഒരു ഇഫക്റ്റും ഉണ്ട്, നമ്മുടെ റേറ്റിൻ്റെ ഒരു ഇഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലേബർ കോസ്റ്റ് വേരിയൻസിനെ പറയാം സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് മൈനസ് ആക്ച്വൽ ലേബർ കോസ്റ്റ്. വെയറിൻ വാട്ട് ഈസ് യുവർ സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ്? സ്റ്റാൻഡേർഡ് അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് minus what about your actual labor cost? Actual hours into actual rate. അപ്പോൾ ഇതാണ് ലേബർ കോസ്റ്റ് വേരിയൻസ്. അഗെയിൻ ലേബർ കോസ്റ്റ് വേരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്.
ലേബർ കോസ്റ്റ് വേരിയൻസ് ഡിവൈഡഡ് ഇൻറ്റു 2. ആദ്യത്തേത് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ യൂസേജ് എന്ന് പറയും, ലേബർ ആകുമ്പോൾ അവേഴ്സ് ആണ്, അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് എഫിഷ്യൻസി എന്നാണ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 hours ഓഫ് ലേബർ വേണം. പക്ഷേ ആക്ച്വലി 1.5 hours ഓഫ് ലേബറേ എടുത്തുള്ളൂ എന്ന് വിചാരിക്കുക. ദെൻ യു വിൽ സേ ദാറ്റ് യുവർ ലേബേഴ്സ് ആർ എഫിഷ്യൻറ്റ്. അപ്പം നമ്മുടെ എന്താണ് എഫിഷ്യൻസി വേരിയൻസ് വിൽ ബി ഫേവറബിൾ ഇഫ് അവേഴ്സ് ആർ റെഡ്യൂസ്ഡ്. കുറച്ച് അവേഴ്സേ മതിയെങ്കിൽ ഇറ്റ് ഈസ് എഫിഷ്യൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വേറസ് 2 hours വേണ്ടുന്ന സ്ഥാനത്ത് 3 hours എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലേബേഴ്സ് എന്താണ് ദേ ആർ ഇൻഎഫിഷ്യൻ്റ് എന്ന് നമുക്ക് പറയാം. അത് അവരുടെ എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് കണക്കാക്കുന്നത്. സോ ലേബർ എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ വിൽ ബി ദ ലേബർ മാനേജർ. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് പോലെ തന്നെ അടുത്ത എന്താണ് ലേബർ പ്രൈസ് വേരിയൻസ്. ലേബർ പ്രൈസ് വേരിയൻസ് ഇതിനാരാണ് റെസ്പോൺസിബിൾ? നമ്മുടെ HR ആണ്. HR ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ദേ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ റേറ്റ് ടു ബി പെയ്ഡ് ടു ദ ലേബറേഴ്സ്. ഇനി ഈ 2 കാര്യങ്ങളിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ലേബർ കോസ്റ്റ് വേരിയൻസ് വരുന്നത്. അതിലാദ്യമേ നമുക്ക് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്താണെന്ന് നോക്കാം. വർക്ക് ചെയ്ത അവേഴ്സിലുള്ള വ്യത്യാസമാണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്തുവരും? സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ്. മെറ്റീരിയൽ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, ഇവിടെ അറിയാതെ എഴുതിപ്പോയതാണ് ക്വാണ്ടിറ്റിന്ന്. സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ ഒബ്വിയസ്ലി. ഇനി ഇവിടെ എന്ത് വരും? ലേബർ പ്രൈസ് വേരിയൻസ്, പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇനി ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈഡ് ബൈ വാട്ട്? മൾട്ടിപ്ലൈഡ് ബൈ ആക്ച്വൽ അവേഴ്സ്. എപ്പോഴും ഇവിടെ എടുക്കുമ്പോൾ ആക്ച്വൽ അവേഴ്സ് വെച്ചിട്ടേ മൾട്ടിപ്ലൈ ഉള്ളൂ. മെറ്റീരിയൽ എടുത്തപ്പോഴും നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ. അത് ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നൗ ഇത്രയും നമ്മൾ പറഞ്ഞുള്ളെങ്കിലും ഇടയ്ക്ക് വെച്ച് വേറൊരു സാധനവും കൂടെ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ലേബർ ഐഡിൽ ടൈം വേരിയൻസ്. ലേബർ ഐഡിൽ ടൈം വേരിയൻസ്. Now what is this labor idle time variance? നമ്മളിപ്പോൾ ഓഫീസിലിരിക്കുകയെന്ന് വെച്ചോ, നമ്മൾ ആർട്ടിക്കിൾഷിപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് നമ്മളൊരു 10 മണിക്ക് ഓഫീസിൽ ചെന്നു, 5:30 വരെയാണ് ഓഫീസ് എന്ന് വിചാരിക്കുക. ഈ 10 to 5:30 കംപ്ലീറ്റ്ലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഒബ്വിയസ്ലി അല്ല. നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും, ഫുഡ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാനുള്ള ബ്രേക്ക് എടുക്കും. ഇനി ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ടീ ബ്രേക്ക് കാണും. ഇനി അതല്ലെങ്കിൽ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ബ്രേക്ക് വരും. പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കും, നമ്മുടെ പ്രിൻസിപ്പൽ ഓഫീസിലില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ വാട്സാപ്പ് നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുന്നു, അങ്ങനെയെല്ലാം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോൾ. അപ്പം ആക്ച്വലി നമുക്ക് ഉള്ള മൊത്തം അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ when the principal is giving the payment, he is giving you for the entire time that you have stayed. അപ്പം ആ ഒരു 7 hours ആണ് ഓഫീസെങ്കിൽ ആ 7 hoursലോട്ടാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത്. ബട്ട് ആക്ച്വലി നമ്മൾ ആ 7 hours വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, മേ ബി 5 hours വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മളിവിടെ നോക്കുന്നത് എന്താണ്? എൻ്റെ ലേബർ അവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും ആക്ച്വലി വർക്ക് ചെയ്ത ലേബർ അവേഴ്സ് പേ ചെയ്ത ലേബർ അവേഴ്സും തമ്മിലൊരു വ്യത്യാസം കാണും. 7 മണിക്കൂറിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, 7 hours വേണ്ടിയിട്ട് ലേബറേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കും. പക്ഷേ ആക്ച്വലി വർക്ക് ചെയ്ത് എത്രയേ കാണത്തുള്ളൂ? 5 hours മാത്രമേ വർക്ക്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡും ആക്ച്വൽ അവേഴ്സ് പെയ്ഡും വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമുക്ക് ഐഡിൽ ടൈം വേരിയൻസ് വരുന്നത്. അല്ലെങ്കിൽ ഐഡിൽ ടൈം വേരിയൻസ് വരുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. എവിടെയെങ്കിലും ഒരു ഐഡിൽ ടൈം ഉണ്ടെങ്കിൽ, സോ അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ അത് ഐഡിൽ ടൈം ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രൊഡക്ഷനിലാണേലും ഇങ്ങനെ കുറേ ഐഡിൽ ടൈം വരും. ഇനി ഏതെങ്കിലും ഒരു മെഷീനറിക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് വേണ്ടി വന്നെന്ന് വിചാരിക്കും, ആ സമയത്തെല്ലാം ലേബർ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുമായിരിക്കും. സോ ഓൾ ദോസ് ടൈംസ് വിൽ ബി ഐഡിൽ ടൈംസ്. ബട്ട് മെഷീനറി കേടാ, അവർ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് ശമ്പളം കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് you will have to make the payment, but you will not effectively get any work done in return for that payment. അപ്പോൾ അതിനാണ് നമ്മൾ ഐഡിൽ ടൈം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് വരുന്ന വേരിയൻസ് ആണ് ഐഡിൽ ടൈം വേരിയൻസ്. സോ ഐഡിൽ ടൈം വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ആക്ച്വൽ ലേബർ അവേഴ്സ് വർക്ക്ഡും ആക്ച്വൽ ലേബർ അവേഴ്സ് പെയ്ഡും തമ്മിൽ നമുക്കൊരു ഡിഫറൻസ് വരും. ദാറ്റ് ഈസ് നോൺ ആസ് മൈ ഐഡിൽ ടൈം. ഞാൻ 7 മണിക്കൂർ
5 മണിക്കൂർ ഓഫീസിൽ വർക്ക് ചെയ്തു, 7 മണിക്കൂറിനുള്ള പേയ്മെൻറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ ഒരു 2 മണിക്കൂറുണ്ടല്ലോ, ദാറ്റ് ഈസ് യുവർ ഐഡിൽ ടൈം. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ യുവർ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ, ദാറ്റ് വിൽ ഗിവ് യുവർ ഐഡിൽ ടൈം വേരിയൻസ്. ഇനി ശ്രദ്ധിക്കുക, ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഇറ്റ് വിൽ ഓൾവേസ് ബി അഡ്വേഴ്സ്. ഇപ്പം എഫിഷ്യൻസിയുടെ കേസ് നമ്മൾ പറഞ്ഞു, വർക്ക് ചെയ്ത അവേഴ്സ് ആക്ച്വലി സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്ത അവേഴ്സിലും കുറവാണെന്ന് വെച്ചോ, നമുക്ക് പറയാം ഇറ്റ് ഈസ് എഫിഷ്യൻ്റ് ആകുമ്പോൾ വേരിയൻസ് വിൽ ബി ഫേവറബിൾ വേരിയൻസ് നമുക്ക് പറയാം. അതേപോലെ തന്നെ പ്രൈസിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് എക്സ്പെക്റ്റ് ചെയ്താലും കുറച്ചേ നമുക്ക് പേ ചെയ്യേണ്ടി വന്നുള്ളെങ്കിൽ യു വിൽ സേ ദാറ്റ് ദ വേരിയൻസ് ഇസ് എ ഫേവറബിൾ വേരിയൻസ്. അല്ല, കൂടുതൽ പേ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ പറയും അഡ്വേഴ്സ് വേരിയൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് പക്ഷേ ലേബർ ഐഡൽ ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് കാര്യമാണ്. അതുകൊണ്ട് ഐഡൽ ടൈം വേരിയൻസ് വിൽ ഓൾവേസ് ബി അഡ്വേഴ്സ്. സോ ഐ ക്യാൻ ടെൽ ദാറ്റ് ദിസ് ഇസ് ഓൾവേസ് അഡ്വേഴ്സ്. ഇനി നിങ്ങൾ ഫോർമുല തിരിച്ചെഴുതി ആക്ച്വൽ അവേഴ്സ് പെയ്ഡ് മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ഓൺലി തിങ് ഇസ് ഇറ്റ് ഇസ് ഓൾവേസ് അഡ്വേഴ്സ്. അത് നമ്മൾ ആ കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഇത് അഡ്വേഴ്സ് നെഗറ്റീവ് വരത്തക്ക രീതിയിലാണ് നമ്മളിവിടെ ഫോർമുല എഴുതിയിരിക്കുന്നത്. ബട്ട് യു വിൽ നോട്ട് ലുക്ക് ഇൻ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ്. യു വിൽ തിങ്ക് ഓൺലി ഇൻ ദ കോൺസെപ്ച്വൽ പോയിന്റ് ഓഫ് വ്യൂ. സോ ആക്ച്വൽ അവേഴ്സ് വർക്ക് മൈനസ് ആക്ച്വൽ അവേഴ്സ് പെയ്ഡ്, ആ ഒരു ഡിഫറൻസ് ആണ് ഐഡിൽ ടൈം. That idle time multiplied by the standard rate per hour will give you your idle time variance. അപ്പം ചുരുക്കത്തിൽ നമ്മൾ ലേബർ കോസ്റ്റ് വേരിയൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തും കൂടെ വരും? നമ്മുടെ ഐഡിൽ ടൈം വേരിയൻസും കൂടെ വരും. ഇനി ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളിവിടെ ആക്ച്വൽ അവേഴ്സ് എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ആക്ച്വൽ അവേഴ്സ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ആക്ച്വൽ അവേഴ്സ് നോട്ട് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. കാരണം പ്രൈസ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? എന്നാണേലും അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലേലും അവർക്ക് പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് ആക്ച്വൽ അവേഴ്സ് പെയ്ഡ്. അടുത്തതായിട്ട് എനിക്ക് ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ലേബറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, യു ആർ ഹാവിങ് സ്കിൽഡ് ലേബറേഴ്സ് ആൻഡ് അൺസ്കിൽഡ് ലേബറേഴ്സ്. ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് സം മോർ വേരിയൻസസ് ഇൻ അഡീഷൻ ടു വാട്ട് എവർ വി ഹാവ് ലേൺഡ്. നമ്മൾ നേരത്തെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലേബർ എഫിഷ്യൻസി വേരിയൻസിന് നമുക്കൊരു സബ് ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. ലേബർ എഫിഷ്യൻസി വേരിയൻസ് നോക്കിക്കോളൂ. ഇഫ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേബറേഴ്സ്, അതായത് സ്കിൽഡ് ലേബറേഴ്സ്, അൺസ്കിൽഡ് ലേബറേഴ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ലേബറേഴ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് സം മോർ ക്ലാസിഫിക്കേഷൻ. എന്താണ് വരുന്നത്? ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ്, ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ്. മറ്റെന്തായിരിക്കും? ലേബർ മിക്സ് വേരിയൻസ്. മെറ്റീരിയൽ പോലെ തന്നെയാണ് ലേബർ, വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ ഐഡിൽ ടൈം ഇടയ്ക്ക് കയറുന്ന മാത്രമേ നമുക്കൊരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഈസ് യുവർ ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ്, ലേബർ മിക്സ് വേരിയൻസ്? എൻ്റെ ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സും ടോട്ടൽ ആക്ച്വൽ അവേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ്. ഇനി എൻ്റെ ലേബർ മിക്സിൽ, സ്റ്റാൻഡേർഡ് ലേബർ മിക്സിലും ആക്ച്വൽ ലേബർ മിക്സിലും വ്യത്യാസമുണ്ട്. അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത എന്താണ് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബർ സേ 1:2 ആണ്. ബട്ട് നമുക്ക് ആക്ച്വലി വന്നപ്പോൾ 1:4 വന്നു എന്ന് വെക്കുക ആക്ച്വൽ മിക്സ്. അവിടെ എന്താണ്? യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ മിക്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് ലേബർ മിക്സ് വേരിയൻസ്. ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സും ടോട്ടൽ ആക്ച്വൽ അവേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ്. ഇനി ഫോർമുല എഴുതുമ്പോൾ എന്താണ്? ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഫോർമുല ഇതാണ്: സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇടയ്ക്കോട്ട് ആരെ കൊണ്ടുവരുന്നു? നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് മിക്സ് ക്വാണ്ടിറ്റീനെ കൊണ്ടുവന്നു. ഇവിടെ ക്വാണ്ടിറ്റി അല്ല അവറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഇടയ്ക്ക് കയറ്റി? സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സിനെ ഇടയ്ക്ക് കയറ്റി. അപ്പോൾ എൻ്റെ ഫോർമുല എങ്ങനെ വരും? സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. ഇതാണ് എൻ്റെ ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ്. ഇനി അതിൻ്റെ സെക്കൻഡ് പോർഷൻ ആയിരിക്കും എൻ്റെ ലേബർ മിക്സ് വേരിയൻസ്. എന്ന് പറയുമ്പോൾ ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ് മൈനസ് ഇവിടെ ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫോർമുല. നൗ വാട്ട് ഈസ് യുവർ സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ്? സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ് ഇസ് ദ total hours, total actual hours in
സ്റ്റാൻഡേർഡ് മിക്സ്. അതായത് എൻ്റെ ആക്ച്വൽ അവേഴ്സിനെ സ്റ്റാൻഡേർഡ് മിക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മെറ്റീരിയലിൻ്റെ കേസിൽ ആ ഡിവിഷൻ ഞാൻ കാണിച്ചു തന്നു, അതേപോലെ തന്നെ അവേഴ്സ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ്. സോ യൂസ് ആക്ച്വൽ അവേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ, ആക്ച്വൽ അവേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ, അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ്. അപ്പം ഇത്രയാണ് എൻ്റെ ലേബർ വേരിയൻസസ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു സമ്മറൈസ് ദ വേരിയൻസസ് ദാറ്റ് വി ഹാവ് ലേൺഡ്. ലേബർ വേരിയൻസ് ആണ്. ലേബർ വേരിയൻസ് നമ്മൾ വിളിക്കുന്നതാണ് ലേബർ കോസ്റ്റ് വേരിയൻസ്. വാട്ട് ഈസ് ലേബർ കോസ്റ്റ് വേരിയൻസ്? സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് minus actual labor cost. What is standard labor cost? Standard hours into standard hours into standard rate per hour minus actual hours into actual rate per hour. ഇതാണ് എൻ്റെ ലേബർ കോസ്റ്റ് വേരിയൻസ്. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? രണ്ട് കാരണമാണ് മെയിനായിട്ടും വരുന്നത്. എൻ്റെ അവേഴ്സ് വർക്ക് ചെയ്തതിൽ വ്യത്യാസം വന്നു. അതിന് ആരാ റെസ്പോൺസിബിൾ? എൻ്റെ ലേബർ മാനേജർ ആയിരിക്കും റെസ്പോൺസിബിൾ. ഇനി എൻ്റെ ലേബറേഴ്സിന് കൊടുക്കുന്ന റേറ്റിൽ വ്യത്യാസം വരുന്നു. ഹൂ ഇസ് റെസ്പോൺസിബിൾ? മൈ HR മാനേജർ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജർ വിൽ ബി റെസ്പോൺസിബിൾ. അപ്പം എനിക്ക് വേരിയൻസിനെ എങ്ങനെ പറയാം? ലേബർ എഫിഷ്യൻസി വേരിയൻസ് വിത്ത് റെസ്പെക്ട് ടു യുവർ അവേഴ്സ് ആൻഡ് ലേബർ റേറ്റ് എന്നോ ലേബർ പ്രൈസ് വേരിയൻസ് എന്നോ പറയാം വിത്ത് റെസ്പെക്ട് ടു യുവർ റേറ്റ്. ഇനി what is your labor efficiency variance? Hours work ചെയ്തതിൽ വന്ന വ്യത്യാസം. സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. what is your labor price? പ്രൈസിൽ വരുന്ന വ്യത്യാസം. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ആക്ച്വൽ അവേഴ്സ് എടുക്കുമ്പോൾ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആണോ ആക്ച്വൽ അവേഴ്സ് പെയ്ഡ് ആണോ? ഇവർ പണിയെടുത്താലും ഇല്ലെങ്കിലും ഇവർക്ക് കാശ് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഇസ് ആക്ച്വൽ അവേഴ്സ് പെയ്ഡ്, നോട്ട് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. ഇനി ഇതിനിടയ്ക്ക് ഒരു സാധനം കൂടെ ഉണ്ട്. എന്താണ്? ഇറ്റ് ഇസ് മൈ ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം വേരിയൻസ് ഇസ് ഓൾവേസ് അഡ്വേഴ്സ്. നൗ വാട്ട് ഇസ് യുവർ ഐഡിൽ ടൈം? ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്ത അവേഴ്സും ആക്ച്വലി നമ്മൾ പേ ചെയ്ത അവേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് മൈനസ് ആക്ച്വൽ അവേഴ്സ് പെയ്ഡ്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഐ വിൽ ഗെറ്റ് ഐഡിൽ ടൈം. ദിസ് മൾട്ടിപ്ലൈഡ് ബൈ മൈ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. അവേഴ്സ് ആണെങ്കിൽ ആക്ച്വൽ അവേഴ്സും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത് മാത്രം ശ്രദ്ധിക്കുക. ആൻഡ് ദിസ് ഐഡിൽ ടൈം വേരിയൻസ് ഇസ് ഓൾവേസ് അഡ്വേഴ്സ്. ഓൾവേസ് അഡ്വേഴ്സ്. ടെക്സ്റ്റിൽ നമ്മുടെ ഫോർമുല തിരിച്ചാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ തന്നെ നിങ്ങൾ തിരിച്ചെഴുതി ആക്ച്വൽ അവേഴ്സ് പെയ്ഡ് മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് എന്ത് തന്നെ വന്നാലും ഐഡിൽ ടൈം വേരിയൻസ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ. ഇനി നമ്മുടെ ലേബർ എഫിഷ്യൻസി വേരിയൻസ് നമുക്ക് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാം. ഇഫ് യു ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേബറേഴ്സ്, സ്കിൽഡ് അൺസ്കിൽഡ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് സം മോർ സബ് ക്ലാസിഫിക്കേഷൻ ടു യുവർ ലേബർ എഫിഷ്യൻസി വേരിയൻസ്. എങ്ങനെയാണ് നമ്മുടെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നത്? നമ്മളിവിടെ ഞാൻ ഒന്നുകൂടെ എഴുതുവാണ്. ലേബർ എഫിഷ്യൻസി വേരിയൻസിനെ നമുക്ക് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാം. ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ്. സബ് എഫിഷ്യൻസി വേരിയൻസ്. This is labor mix variance. Now, sub-efficiency variance എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഫോർമുലയിൽ ഇടയ്ക്കോട്ട് സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സിനെ നമ്മൾ കയറ്റുന്നു. സോ ഫോർമുല ഇസ് സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ അവേഴ്സ് സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. Now, what about labor mix variance? ഈ സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സിനെ ഇടയ്ക്ക് കൊണ്ടുവന്നതിൻ്റെ സെക്കൻഡ് പോർഷൻ. സ്റ്റാൻഡേർഡ് മിക്സ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് അഗെയിൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. ഇതാണ് എൻ്റെ ഫോർമുല. ഈ ലേബർ സബ് എഫിഷ്യൻസി വേരിയൻസ് വരുന്നത് ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സും ടോട്ടൽ ആക്ച്വൽ അവേഴ്സും വ്യത്യാസം ഉണ്ടെങ്കിലേ ഈ സബ് എഫിഷ്യൻസി വേരിയൻസ് വരുള്ളൂ. ഇനി ലേബർ മിക്സ് വേരിയൻസ് എപ്പോഴാണ് വരുന്നത്? എൻ്റെ സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സ്, അതായത് സ്റ്റാൻഡേർഡ് അവേഴ്സ് ബിറ്റ്വീൻ എന്താണ് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആ ഒരു പ്രപ്പോർഷനും ആക്ച്വൽ മിക്സ് ബിറ്റ്വീൻ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ഈ ഒരു പ്രപ്പോർഷൻ അല്ലെ റേഷ്യോ അല്ലെ മിക്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ എനിക്ക് ലേബർ മിക്സ് വേരിയൻസ് വരും. സോ ഇൻ ടോട്ടൽ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ മെറ്റീരിയൽ ആൻഡ് labor cost variances, and I hope that you have understood
both these concepts very well. Thank you so much.